ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷഹന അജ്മൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഞാനപ്പോൾ ഇന്ന് നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഇനി ഞാൻ 2 നാഴി പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിട്ടാണ് കാണിച്ചു തരുന്നത്. 2 നാഴി പൊടിക്ക് അളവിന് തന്നെ 2 ഗ്ലാസ് വെള്ളം, ഒരു ഇച്ചിരി കൂടി വെള്ളം വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ വെള്ളം ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് ആ പൊടിയിൽ നമ്മുടെ തിളയെല്ലാം വന്ന് നല്ല വെന്ത് സെറ്റാകുമ്പോൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വെള്ളം അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ പത്തിരി പരത്തിയിട്ട് നമുക്ക് അങ്ങനെ പൊടി ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പം ഞാനിങ്ങനെ ഒരു മുറത്തിലേക്ക് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു കട്ടി കുറഞ്ഞ ഒരു തുണി ഇടുവേ. അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ പൊടി ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ആകുമ്പോൾ നമുക്ക് ഒരു പ്രോസസ്സ് അവിടെ കുറഞ്ഞ് കിട്ടും, പൊടി തട്ടി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആ പൊടിയിലേക്ക് ആ തിള കയറി നല്ല വെന്ത് സെറ്റാകുമ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് തന്നെ കുഴച്ചെടുക്കണം, എങ്കിൽ മാത്രമേ മയത്തിന് കിട്ടത്തുള്ളൂ. അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടായതുകൊണ്ട്. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൈ ഡിപ്പ് ചെയ്തിട്ടാണ് കുഴച്ചെടുത്ത് നല്ല സെറ്റാക്കി ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് പരത്തിയെടുക്കണം. ഇതൊരു പാത്രത്തിൽ ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയിൽ ആ ബോൾസ് എല്ലാം ഡിപ്പ് ചെയ്തിട്ട് പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോ ബോൾസായിട്ട് എടുത്ത് പരത്തി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ പയ്യെ ഡിപ്പ് ചെയ്തിട്ട് എല്ലാം അങ്ങനെ സെറ്റാക്കി നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ അത് പരത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ഞാൻ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് അത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചുട്ടെടുക്കാം. എനിക്ക് വലിയ തവയില്ലാത്തതുകൊണ്ട് ഞാൻ 2 തവ വെച്ചിട്ടാണ് അപ്പം ചുടുന്ന 2 വലിയ തവ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പം ഒരെണ്ണത്തിൽ 3 എണ്ണം, ഒരെണ്ണത്തിൽ 2 എണ്ണം ഇട്ട് എനിക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം രണ്ടും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇട്ട് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും മറിച്ചിട്ടും തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല കോമളയായിട്ട് വന്ന് നമ്മുടെ പത്തിരി ഇവിടെ സെറ്റാക്കിയിട്ട് അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.